എന്നോട് പറഞ്ഞതാണ് മോനെ എന്റെ കൈ വന്ന് ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോയതാണ് കേസ് വേറെ വകുപ്പിൽ ഇനി ജയിലിൽ പോകുന്നവരെ കിടക്കേണ്ടി വരും. അത് പോലീസുകാരുടെ റോള്, നമ്മളെ റോള്. ഞാൻ സാറോട് പറഞ്ഞ കാര്യം ഇത് ഞാൻ 5 പൈസ കൊടുത്ത് വാങ്ങിയത്. അതായത് ഒരു റുപ്യ നിങ്ങളോട് ഞാൻ ചോദിച്ചില്ല. ഞാൻ എന്റെ ഹലോ ഗായ്സ്, ബുദ്ധനാണ്. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, ഒരു ഡ്രഗ്സിന്റെ MDMA. പിന്നെ അത് പിടിച്ചു, പോലീസ് പിടിച്ചു. നിന്റെ അഹങ്കാരം ഇവിടെ തീർന്നു. നിനക്ക് സന്തോഷം തന്നെ. ഇത് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ എല്ലാ ആൾക്കാരുടെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും റീച്ച് ആകുക എന്നുള്ളതാണ്. റീച്ച് ആകുക എന്ന് ചിന്തിക്കുന്നതിനകത്ത് യാതൊരു പ്രശ്നമില്ല. എങ്ങനെയെങ്കിലും റീച്ച് ആകുക എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ എങ്ങനെയെങ്കിലും റീച്ച് ആകാൻ ശ്രമിച്ചാണ് നമ്മുടെ ഷിംജിത ഇപ്പോ ഇരിക്കുന്നത്. അതേപോലെ എങ്ങനെയെങ്കിലും റീച്ച് ഉണ്ടാക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ റീച്ച് ആകാൻ പറ്റുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഹെയ്റ്റ് ആൾക്കാരുടെ ഇടയിൽ നിന്ന് പിടിച്ചു പറ്റാൻ സാധിക്കും. ഇവ 2 തരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് പതിയെ ഈ സോഷ്യൽ മീഡിയകളിൽ ഗ്രോ ചെയ്യാം, നമ്മളൊക്കെ ചെയ്യുന്ന പോലെ പതിയെ ഗ്രോ ചെയ്യണം. പക്ഷെ രണ്ടാമത്തത്, വളരെ പെട്ടെന്ന് നെഗറ്റീവ് ഉണ്ടാക്കി നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് വളരാൻ പറ്റും. അങ്ങനെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് വളരുന്ന ഒരുപാട് പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്നത് മിസ്റ്റർ ബുദ്ധനെയാണ്. ഈ മിസ്റ്റർ ബുദ്ധൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ആദ്യം സോഷ്യൽ മീഡിയയിൽ കുറെ കാലങ്ങൾ കൊണ്ട് ഞാൻ DMA ഉപയോഗിക്കണേ, DMA സൂപ്പറാണേ, എന്റെ കാശിന് ഞാൻ മേടിക്കുന്ന DMA ഞാൻ കുടിക്കും, കഴിക്കും, തലകുത്തനെ പോയി ചൂട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആശൻ രംഗപ്രവേശം ചെയ്തത്. പിന്നീട് ഈ സാധനം പോലീസിലേക്ക് എത്തി, എക്സൈസിലേക്ക് എത്തി. അവര് രംഗപ്രവേശം ചെയ്തപ്പോ പൊന്നെണ്ണ ഇത് കല്ലുപ്പാടണ്ട, വെറുതെ വിടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അണ്ണൻ കിടന്നു മെഴുകി. ഇതാണ് സാധനം. അപ്പൊ ആദ്യം ഇതിന്റെ ചങ്കൂറ്റത്തോടെയുള്ള പ്രചരണം നമുക്കൊന്ന് കാണാം. പ്രചരണം കണ്ടിട്ട് മറ്റേ എന്നോട് പറഞ്ഞതാണ് മോനെ എന്റെ കൈ വന്ന് ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോയതാണ് കേസ് വേറെ വകുപ്പിൽ ഇനി ജയിലിൽ പോകുന്നവരെ കിടക്കേണ്ടി വരും. അത് പോലീസുകാരുടെ റോള്, നമ്മളെ റോള്. ഞാൻ സാറോട് പറഞ്ഞ കാര്യം ഇത് ഞാൻ 5 പൈസ കൊടുത്ത് വാങ്ങിയത്. അതായത് ഒരു റുപ്യ നിങ്ങളോട് ഞാൻ ചോദിച്ചില്ല. ഞാൻ എന്റെ പണിക്ക് പോയിട്ട് വേറെ തൊലിച്ചിട്ട് അഡ്വാൻസ് വാങ്ങിയ സാധനങ്ങളാണ്. അത് എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. പിന്നെന്താണ്, എന്റെ ശരീരമാണ് ഇതിൽ നടക്കുന്നത്. അതിൽ ദോഷം എനിക്ക് തന്നെയാണ്. അതുകൊണ്ട് എന്താണ് ഒക്കെയാണെങ്കിൽ സഹിച്ചോളൂ. നിങ്ങളങ്ങനെ തുള്ളിക്കളിച്ച് കാര്യമില്ല. വിട്ടോന്ന് പറഞ്ഞു ഓരോ പോവുകയും ചെയ്തില്ല. അങ്ങനെ പറഞ്ഞപ്പോഴേ പോലീസുകാരങ്ങ് പോയി. പോലീസുകാരോട് ഞാൻ പറഞ്ഞു, എന്റെ കാശിന് ഞാൻ അധ്വാനിച്ച് വിയർത്തുണ്ടാക്കിയ പൈസക്ക് ഞാൻ മേടിച്ച ലഹരി, ഈ ലഹരി ഞാൻ എടുക്കുന്നത് നിനക്കെന്താ പടപ്പടാന്ന് പറഞ്ഞ് പോലീസുകാർ അപ്പോഴേ അങ്ങ് പോയി. ഈ സ്റ്റോറി കേട്ടാൽ തന്നെ കേട്ട് നിൽക്കുന്നവൻ ഫ്രഷ് ആയിട്ട് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്ന വളരെ വിശ്വസനാർഹമായ സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയെ തുടർന്നിട്ട് ഇവനെ പോലീസ് തൂക്കി രംഗം കണ്ട് നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളിലേക്ക് പോവാം. ഹലോ ഗായ്സ്, ബുദ്ധനാണ്. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, ഒരു ഡ്രഗ്സിന്റെ MDMA. പിന്നെ അത് ശരിക്കും MDMA എന്നല്ല, അതായത് കല്ലുപ്പായിരുന്നു. പിന്നെ അത് കല്ലുപ്പായിരുന്നു. കല്ലുപ്പും വെച്ചോണ്ടാണ് നീ ഒരുമാതിരി ഡയലോഗ് അടിച്ചില്ലയോ? നല്ലടാ. നമ്മൾ ഈ വീഡിയോ സോഷ്യലിന്റെ ഭാഗം ചെയ്ത തെറ്റെന്നാണ്. തീർച്ചയായിട്ടും നമുക്ക് നല്ല ബോധ്യമുണ്ട്. ബോധ്യമുണ്ട്. ബോധ്യം ഉണ്ടായിട്ട് നീ ചെയ്താണോ തെറ്റാണെന്നുള്ളത്? ഒരു റീച്ചിന് വേണ്ടി ചെയ്താണ്. അതാണ് മെയിനായി. റീച്ചിന് വേണ്ടി ചെയ്താണ് കുഴപ്പമില്ല കാര്യം. പക്ഷെ ഇത്ര റീച്ച് ആവുമെന്ന് വിചാരിച്ചില്ല. പിന്നെന്താണ് സാറന്മാരൊക്കെ ഞാൻ റീച്ചിന് വേണ്ടി ചെയ്താണ്. പക്ഷെ ഇത്രയ്ക്ക് അങ്ങോട്ട് റീച്ച് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാറുമാര് തണ്ടിപ്പെടുത്തി. ഇതിൽ ഏത് സാറിനെയായിരുന്നു നീ ആട്ടി വിട്ടാന്ന് പറഞ്ഞേ? ഈ മുമ്പിൽ നിൽക്കുന്ന സാറിനെയാണോ അതോ ഈ പുറകെ നിൽക്കുന്ന സാറിനെയാണോ? ഏത് സാറിനോടായിരുന്നു? ഇല്ല മറ്റേ പരിപാടി പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞ പൊക്കോ ഞാൻ വിയർത്തുണ്ടാക്കിയ ഏത് സാറായിരുന്നു? ആ സാറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ സാറിനോട് നമുക്ക് ചോദിക്കായിരുന്നു, സാർ അത് എന്ത് സംഭവം. നമ്മൾ തെറ്റ് സമ്മതിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ചെയ്ത ഉപ്പ് സാറിനെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സാറിന് ഉപ്പാണ്, കല്ലുപ്പാണ്. പിന്നെ നമ്മളെന്താണ് ഇനി അങ്ങോട്ടേക്ക് എന്താണ് നല്ല പോസിറ്റീവ് വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്. സമൂഹത്തിന് നല്ല രീതിക്കുള്ള തോട്ട്സ് ആയി കിട്ടുന്നത് തെറ്റല്ല, പോസിറ്റീവ്. എന്നിട്ടോ മാസം കാണിക്കും പോലീസുകാരോട് ഈ സാധനമൊക്കെ ഇട്ടിട്ടുള്ള സംഭവമാണ്. നമ്മളിപ്പോ നോക്കുമ്പോഴത്തേനും സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് ആൾക്കാർ കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ട്. ഓൾറെഡി ഇവിടെ ഒത്തിരി പേര് കറന്റ്ലി എക്സിസ്റ്റിംഗ് ആണ്. അപ്പൊ ആ എക്സിസ്റ്റിംഗ് ഉള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ കടന്നു വരണമെങ്കിൽ നമ്മൾ വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കി മാത്രമേ കടന്നു വരാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ബ്രേക്ക് ചെയ്യാൻ ഏറ്റവും നല്ല സാധനം ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ അണ്ണൻ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ നോക്കിയാണ് നമ്മുടെ ബുദ്ധനണ്ണൻ. ഈ ബുദ്ധനണ്ണൻ ആദ്യം ഒരു സാധനം ഇട്ടില്ലേ, ഇത് മറ്റേ ലഹരി പദാർത്ഥമാണ്, ഇത് ഞാൻ എന്റെ കാശിന് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയാണ്. എന്നിട്ട് ഇവൻ പുഷ്പ താഴത്തിലിടാ. അതേപോലെ മാസം കാണിക്കാൻ വേറൊരു സാധനം കൂടെ ചാമ്പിട്ടുണ്ടായിരുന്നു. ഇവന്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഇവൻ എഴുതി വെച്ചേക്കുന്നു, പോലീസ് അഡ്രസ്സും നമ്പരും തപ്പി നടക്കണ്ട, മിസ്റ്റർ ബുദ്ധൻ അവന്റെ അഡ്രസ് വിത്ത് ഫോൺ നമ്പർ. പോലീസുകാർ ഈസിയായി. ഇല്ലെങ്കിൽ പോലീസുകാർ ഇവന്റെ സാധനം ട്രാക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് ഇത് നേരെ ഇടാ മോനെ ചെറുക്കടാ വീട്ടിലോട്ടാ ഉണ്ട് മറ്റേ
സാധനം ഒന്ന് എടുത്ത് വെച്ചാൽ നമ്മളിപ്പോ അങ്ങോട്ട് വരും കേട്ടോ. നേരെ പോലീസുകാർ വന്നപ്പോ സാറേ ഇത് മറ്റേ കല്ലുപ്പാട്ടോ ഇന്ന് വെറുതെ റീച്ചിന് വേണ്ടി ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പോഴേ സാഷ്ടാംഗം കീഴടങ്ങി. പോലീസുകാർ വന്നപ്പോഴേ അവനിങ്ങനെ എന്നാ സാർ വെച്ചോ സാർ, എന്റെ കൈകളിൽ ആ വിലങ്ങ് എണീക്കൂ സാർ എന്ന് പറഞ്ഞ് നിന്നു കൊടുത്തു. ഇനി നമ്മളിപ്പോ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഒരുപാട് ആൾക്കാരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. അങ്ങനെ ലക്ഷ്യം വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ ആദ്യം പറഞ്ഞ തന്നെ റീച്ച് ഉണ്ടാക്കുക, പക്ഷേ ഏത് മുഖേനയും റീച്ച് ഉണ്ടാക്കുക എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇമാതിരി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നമുക്ക് സോഷ്യലി നിൽക്കുമ്പോഴത്തേക്കും നമുക്കൊരു എത്തിക്സ് വേണം, നമ്മള് ലോജിക്കലി നമ്മൾ ചിന്തിക്കാൻ പറ്റണം. ഇതിനകത്ത് ഈ സോഷ്യൽ മീഡിയയിൽ ഹിറ്റ് ആകുന്ന ആളുകളെ പൊതുവെ പറയപ്പെടുന്ന ഒരു സാധനമാണ് ഇൻഫ്ലുവൻസർ. അപ്പോ നീയൊക്കെ എന്തരാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എന്തൊരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഈ ഇൻഫ്ലുവൻസർ എന്നുള്ള പേര് കരസ്ഥമാക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റത്തില്ല. ഏതായാലും നമുക്ക് ഇവന്റെ ഒരു സാമാനം ഒന്ന് കണ്ടുനോക്കാം. ഇവൻ നേരത്തെ ചെയ്തിട്ടുള്ള സാമാനം. ഹലോ അച്ഛാമരെ, കോഴിക്കോട് ചേവായൂരിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. അപ്പോൾ സാർമാരോട് കാര്യം പറയട്ടെ, എന്തിനാ സാർമാരെ ഇതിന്റെ വഴി ഇങ്ങനെ പോയിട്ട് ഇടങ്ങാറുന്നത്? വലിക്കുന്ന ആൾക്കാരൊക്കെ വലിച്ചുകൊടുത്തേ, വലിക്കാത്ത ആൾക്കാർ വലിക്കണ്ട. ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടങ്ങളാ. നിങ്ങളിപ്പോൾ എന്താ ഇത്തരം വലിക്കുന്ന ആൾക്കാരാ പിടിച്ച് ജയിലിട്ടിട്ടുണ്ടെങ്കിൽ ഒരു തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്താണ് പിന്നെ ഇതുപോലെ തന്നെ ഭയം ഐഡി കണക്ഷനിലൂടെ പരിപാടി പോകും. പിന്നെ അതിൽ ബെറ്റർ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത്തരത്തിലുള്ള ആൾക്കാർ എന്താണ് പറഞ്ഞൊരു മോട്ടിവേഷൻ കൊടുത്ത് നന്നാക്കാൻ നോക്കും, അല്ലാണ്ട് പിടിച്ച് ജയിലിട്ടിട്ട് ഇറക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഈ മദ്യം ഉണ്ടല്ലോ, ലിക്കർ, അത് അത്രയും ഡേഞ്ചറസ് സാധനമാണ്. അതാണ് ഈ ഗവൺമെന്റ് വിറ്റുകൊണ്ടിരിക്കുന്നത്. മദ്യം വെച്ചിട്ടാണ് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലഹള കൂടുന്നതും തമ്മിൽ തല്ലി മരിക്കുന്നതും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അല്ലാണ്ട് ഈ കഞ്ചാവ് വലിച്ചിട്ട് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കി തമ്മിൽ തല്ലിയൊക്കെ ആരെയും കിട്ടിയോ? ഇല്ല ഒരിക്കലും ഇല്ലടാ. കഞ്ചാവ് കഴിച്ചിട്ട് ആരും തമ്മിൽ തല്ലിയിട്ടില്ല, ലഹരി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കഞ്ചാവ് അടിക്കുക അവിടെ മൂലയ്ക്ക് കിടന്നുറങ്ങുക, അല്ലാതെ മറ്റേ അവൻ ആൾക്കാരുടെ തലതല്ലിപ്പൊട്ടിക്കുക അങ്ങനെ പ്രശ്നങ്ങളൊന്നും കഞ്ചാവില്ല. ഇതിനകത്ത് ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങളെ പലതായിട്ട് നമ്മൾ വിഭജിക്കാൻ പറ്റും. വിശദമായ ക്ലാസ് ഒന്നും എടുക്കുന്നില്ല, പലതായിട്ട് നമുക്ക് വിഭജിക്കാൻ പറ്റും. ഇങ്ങനെ വിഭജിക്കുമ്പോഴത്തേനും ഇതിനകത്ത് ഇവനിപ്പോ ഈ കാണിച്ച സാധനം ഉണ്ടല്ലോ, DMA എന്ന് പറയുന്ന സാധനം, ഇത് സിന്തറ്റിക് ആണ്. സിന്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിന് നമ്മുടെ തലച്ചോറിന്റെ താളം തെറ്റിക്കാനുള്ള കഴിവുണ്ട്. അത് അടിച്ചു കഴിയുമ്പോഴത്തേനും പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എന്നെ ആക്രമിക്കാൻ വരുവാണോ, അവരെന്നെ അടിക്കാൻ വരുവാണോ, ഇങ്ങനത്തെയൊക്കെ ഫീൽ ഉണ്ടാവുകയും ഇവരങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. ഈ സാധനമാണ് ഈ അക്രമത്തിലേക്കൊക്കെ പോകുന്നത്. ഇനി ഇതുപോലെ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മറ്റേ കഞ്ച എന്ന് പറയുന്ന സാധനം ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു എടുത്തിട്ടുണ്ട്. മണാലിയിലൊക്കെ ഈ സാധനം കലക്കി തൈരിനകത്ത് അടിച്ച് ശിവൻ കുടിച്ചിരുന്ന പാനീയം എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ചില സ്ഥലത്ത് ലീഗലി ഇത് അക്സെപ്റ്റബിൾ ആണ്, ചില സ്ഥലത്ത് ലീഗലി അക്സെപ്റ്റബിൾ അല്ല. പക്ഷെ ഇവൻ പറഞ്ഞതിനകത്ത് ഒരു സാധനം ഉണ്ട്, മദ്യം വളരെ ഡേഞ്ചർ ആണ്. ഈ പറയുന്ന സിന്തറ്റിക് സാധനങ്ങൾ പോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ മദ്യം വളരെ ഡേഞ്ചർ ആണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ടാ മദ്യത്തിന് വില കൂട്ടിയപ്പോ എന്താ ഇവര് പറയുന്ന ന്യായീകരണം, മദ്യത്തിന് വില കൂടുമ്പോഴത്തേനും ആൾക്കാർ കൺസപ്ഷൻ കുറയുമെന്നാണ്. ഒരിക്കലും ഇല്ല. മദ്യത്തിന് വില കൂടുമ്പോഴത്തേനും എന്താ, അവൻ കടം മേടിച്ചിട്ട് വന്നിട്ട് അടിക്കും. അപ്പൊ ഗവൺമെന്റ് കൂടുതൽ പൈസ കിട്ടും, ഈ സാധാരണക്കാരൻ കൂടുതൽ കടത്തിലാവും. മദ്യവും പുല്ലും എല്ലാ പുല്ലും നിർത്തണം. ഇതിവൻ 2 ആഴ്ച മുമ്പിട്ട വീഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഇവന്റെ ചാനലിൽ ഇവൻ കാലാകാലങ്ങളായിട്ട് ഇമ്മാതിരി ഡ്രഗ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ് ആണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവൻ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം റീച്ച് മാത്രമായിരിക്കില്ല. അണ്ണൻ ചെറുതായിട്ടൊക്കെ ഒരു പിഞ്ച് സൾട്ട് പോലെ കുറച്ചൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ? ഇല്ലവനെ നമുക്ക് ബാക്കി വെക്കാം. കഞ്ചാവ് വലിച്ചിട്ട് ആരെങ്കിലും മുഖത്ത് നോക്കാൻ പറ്റുമോ? ആരോടും സംസാരിക്കാൻ പറ്റുമോ? കഞ്ചാവ് വലിച്ചെങ്കിൽ ആരെങ്കിലും മുഖത്ത് നോക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ഈ ഒരു ഉദാഹരണം ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഈ പരിപാടി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവനും പറഞ്ഞു ഇത് തന്നെയാണ്, ഈ സാധനം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ട് ഫീൽ ചെയ്യും. മൊത്തത്തിൽ നമ്മളുടെ ചുറ്റും നടക്കുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര സ്ലോ ആയിട്ട്, അതായത് എല്ലാം സ്ലോ മോഷനിൽ നടക്കുന്നത് പോലെ ഫീൽ ചെയ്യുമെന്ന് അവനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാ തോന്നിയും പറയുന്നത്, ഒന്നുകിൽ കേട്ടറിവിനേക്കാൾ വലുതായിരിക്കണം ബുദ്ധൻ എന്ന ഈ ബുദ്ധനേട്ടാ, മറ്റേ ബുദ്ധനല്ല, ഈ ബുദ്ധൻ എന്ന യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഇവൻ അടിച്ച് മൂലക്ക് ചടഞ്ഞുകൂടിയിരിക്കാനല്ലേ പറ്റൂ. പിന്നെ പവറുള്ള ആൾക്കാർ അത്യാവശ്യം ഡ്രൈവർ കെട്ടിട്ട് വേറെ ലെവലിൽ വെക്കും. ലഹരി ഉപയോഗിച്ചിട്ട് 30 16 പീഡിപ്പിച്ചു, യുവാവിനെ പീഡിപ്പിച്ചു, അച്ഛൻ സ്വന്തം മകനെ വെട്ടിക്കൊന്നു, ഇങ്ങനെയൊക്കെ പല വാർത്തകളും കേൾക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ അവനവന്റെ ഉള്ളിലുള്ള മൈൻഡാണ്. അതായത് ആ മൈൻഡിനെ ഉണർത്താൻ, അതായത് അതിനൊരു ധൈര്യം കിട്ടാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ലഹരികൾ. അപ്പൊ നോക്ക് ആൾക്കാരെ മൈൻഡുകൾ അതാണെന്ന് മനസ്സിലാക്കേണ്ടത്, അല്ലാണ്ട് അപ്പൊ ഇങ്ങനെ ഉള്ളിലുള്ള സാധനത്തിനെ ഒരു ലഹരി കൊടുത്ത് പുറത്തെടുത്ത് അവനെ ആക്രമിക്കാൻ പെടുന്നത് ശരിയാണോ? അപ്പൊ അവന്റെ ഉള്ളിൽ ഓൾറെഡി അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടെന്ന് പറയുന്നു. ഈ ഇന്റൻഷൻ ഇപ്പൊ എനിക്ക് ഒരുത്തിനെ ആക്രമിക്കണം എന്നുള്ള ഒരു ഇന്റൻഷൻ എന്റെ ഉള്ളിലുണ്ട്. ഞാൻ ഈ സാധനം അടിക്കുമ്പോഴത്തേനും ഈ ഉള്ളിലുള്ള ഇന്റൻഷൻ ഇളകി ഞാൻ പോയി അവനെ അടിക്കുകയും ചെയ്യും. അപ്പോ അങ്ങനെ അടിക്കാൻ ഒരു ധൈര്യം കൊടുക്കുന്നതിനെ നമ്മൾ സപ്രസ് ചെയ്യേണ്ടടാ ബുദ്ധ, അത് ചെയ്യണം. അപ്പൊ അതിനെതിരെ പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിംഗും ക്ലാസ്സുകളൊക്കെ നടക്കണം. എന്റെ അഭിപ്രായത്തിൽ പോലീസുകാര്, എക്സൈസുകാര് ഇവനും പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിംഗ് നടത്തണം. നമുക്ക് ഇവ കാലാകാലങ്ങളായിട്ട് ഈ പറയുന്ന ഒരു പദാർത്ഥത്തെ ന്യായീകരിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഇടുന്നുണ്ട്. വേറൊരു വീഡിയോ ആണ് ഇതിപ്പോ നമ്മൾ കണ്ടത് 2 ആഴ്ച മുമ്പത്തെ വീഡിയോ.
ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഡ്രഗ്സിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ എന്താണ്, അത് കണ്ടിട്ട് കുറച്ച് പോലീസുകാരും എക്സൈസുകാരും വീട്ടിൽ വന്നിട്ട് എന്നോട് പറയാണ്, മോനെ സമൂഹത്തിന് നല്ല മെസ്സേജല്ല കൊടുക്കുന്നത്, ഇങ്ങനത്തെ ചീത്ത മെസ്സേജാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ പോലീസുകാരോട് എക്സൈസുകാരോട് പറയുന്ന കാര്യമുണ്ട്, സാറേ സമൂഹത്തിന് നന്നാക്കണമെന്നുള്ള ഇഞ്ച പണി. പിന്നെ ഇതൊക്കെ ഓരോരുത്തർ സ്വയം വിചാരിച്ച് നന്നാകുന്നതാണ്. പിന്നെ നമുക്ക് ആരും നന്നാക്കണമെന്നും പറ്റില്ല. ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് നിങ്ങൾക്ക് അത്ര പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തിൽ തന്നെ പോയിട്ട് പലരെയൊക്കെ പിടിക്കേണ്ടി വരും. അതൊക്കെ നിങ്ങൾ പിടിച്ചിട്ട് നിർത്തലാക്കിയിട്ടൊക്കെ വരികയാണെങ്കിൽ നമ്മളും ഇത് നിർത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇട്ട പോലീസുകാർ എക്സൈസുകാർ കൊലം പോയി. ഇതൊക്കെ കേട്ട എക്സൈസ് അവരങ്ങ് പോയി. എന്നെ തൊടാൻ പറ്റത്തില്ല. ഞാൻ ആരറിയോ, ഇന്റർനാഷണൽ സിൻഡിക്കേറ്റ് മെമ്പറാണ്, മനസ്സിലായോ? അവര് വന്ന് അവരോട് ഞാൻ പറഞ്ഞു, സാറേ നിങ്ങൾ സമൂഹത്തിൽ പോയിട്ട് ഈ സാധനം അടിക്കുന്നവരെ ഇത് റിലീസ് ചെയ്യുമ്പോൾ എല്ലാം തൂക്കും, എന്നിട്ട് വാ. അപ്പൊ ഞാൻ പറയാം, ഞാൻ ഇപ്പൊ സാറിന് ഓർഡർ ഇടുന്നു, പോയാൽ വരൊക്കെ പിടിച്ചിട്ട് വാ, എന്നിട്ട് എന്റെ പടലിലോട്ട് കയറി എന്ന് പറയും. സാറന്മാർ അപ്പോഴേ അങ്ങ് പോയി, വേറെ ചോദ്യമൊന്നുമില്ല. അപ്പം പറഞ്ഞ സാറന്മാർക്ക് പേടിയാണ്. സാറന്മാർ അപ്പോഴേ കാര്യം കേട്ടങ്ങ് പോയി. ഇത് മാത്രമല്ല, കുറച്ചു ആളുകൾക്ക് മുമ്പിട്ട മറ്റൊരു വീഡിയോ കൂടെ കാണാം. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ ചെക്കന്മാർക്ക് കഞ്ചാവ്, MDMA, പില്ല്, പുല്ല്, കല്ല് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം പവർ കിട്ടാനും കോൺഫിഡൻസ് കിട്ടാനൊക്കെ. പക്ഷെ എന്താണ്, ഇതൊന്നും ഇത്തരം ലഹരികൾ ഉപയോഗിച്ച് കിട്ടുന്ന സാധനമല്ല. ഇതൊക്കെ നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്ന പവറാണ്. അത് തിരിച്ചറിയാനുള്ള ഒരു പവർ വേണം. എന്താണ് പവർ? പിന്നെ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുന്നത് ഈ ചെക്കൻ MDMA അടിച്ചാണ് പറയുന്നത് നോക്കാം. അതിന് ഇത് മദ്യപിന്നതിന്റെ കേസെടുത്ത് പിന്നെ അകത്താക്കുള്ള സാധനം ഇവൻ തന്നെ പബ്ലിക്കിൽ വന്ന് കമ്മിറ്റ് ചെയ്യുന്നു, ഞാൻ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. നമ്മുടെ നാട്ടിൽ വളരെ ഇല്ലീഗൽ ആയിട്ടൊരു സാധനമാണ്. ഇവനെ പോലത്തെ ആൾക്കാർ ഇങ്ങനത്തെ പറഞ്ഞ് മോട്ടിവേഷൻ സാധനങ്ങൾ ഇടുമ്പോ ചേട്ടൻ പവർ, ചേട്ടൻ പറഞ്ഞു കേട്ടോ, ചേട്ടൻ പോലീസുകാരെ പറത്തി, ഇപ്പൊ സാമാനം മേടിച്ച് നമ്മളും അടിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ എങ്ങനെയെങ്കിലും റീച്ച് ചിന്തിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ നീയൊക്കെ എതിലെയോ നശിച്ചു പോകും. ബാക്കി തന്നെ അനാവശ്യമായി പ്രോത്സാഹിപ്പിച്ച് പല കുഴിയിലും ചാടിക്കുന്നവനാണ് നീ എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കാതിരിക്കുക. നീ എന്തരോ കാണിക്കും, നീ അതടിക്ക് ഇതടിക്ക്, ജയിലിൽ പോയി കിടക്ക്, നീ പോയി തൂങ്ങിച്ചാവ്, എന്തരോ ചെയ്യും. നാട്ടുകാരെ വെറുതെ ഇത് കാണിച്ച് മോട്ടിവേറ്റ് ചെയ്ത് ഒന്നും തേക്കും പൂക്കും അറിയാത്ത പിള്ളേരുടെ മനസ്സിലേക്ക് ഇത് സാധനം പവറാണ്, ഇത് പവർഫുൾ ആണ്, ഇത് കിട്ടുകാഴ്ചയാണെന്ന് പറഞ്ഞ് കുത്തിക്കയറ്റി കഴിഞ്ഞാൽ അവൻ ഈ സാധനം പോയി അടിക്കും. എന്റെ നാട്ടില് ഒരു പയ്യൻ മദ്യപിക്കത്തില്ല, ഇവനെ കുറെ ചേട്ടന്മാര് വിളിച്ചിരുത്തി കൺവിൻസ് ചെയ്യണം. ഏതാ ഇവനെപ്പോ ഒരു 6-ലൊക്കെ പഠിക്കുന്ന സമയമാണ്, ഇവനെ കൺവിൻസ് ചെയ്യണം ആ സമയത്ത്. എടാ ഇത് കുഴപ്പമൊന്നുമില്ല, ഇത് എല്ലാവരും അടിക്കുന്ന സാധനമല്ലേ, നീ കണ്ടിട്ടില്ലേ, നമ്മളെല്ലാവരും കഴിക്കുന്നുണ്ട്, ഒത്തിരി പേര് കൺസ്യൂം ചെയ്യുന്നുണ്ട്, ഇത് യാതൊരു പ്രശ്നമില്ല, ചുമ്മാ ആൾക്കാർ പറഞ്ഞു തരുന്ന സാധനം ഉണ്ടെന്നുള്ളത്. അങ്ങനെ പ്രശ്നമുള്ളൊരു സാധനം നമുക്ക് മേടിക്കാൻ പറ്റുമോ, വിൽക്കാൻ പറ്റുമോ, ഗവൺമെന്റ് ഇത് ബാൻ, ഇതൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് അവനെ കൊണ്ട് മദ്യപിച്ചതും. അവൻ പിന്നീട് വൻ മദ്യപാനിയായി മാറുകയും അവൻ പിന്നീട് ഡി അഡിക്ഷൻ സെന്ററിൽ പോകേണ്ട ഒക്കെ സാധനം വന്നു. ആ ചേട്ടന്മാരൊക്കെ കിടില് വന്നിട്ട് കയ്യിലുണ്ട് നല്ല സ്റ്റോൺ ആണ്. ശരിക്കും എന്തിനാ നാം അടിക്കുന്നത്? കല്ലുപ്പാൻ തോന്നില്ലയോ? എനിക്കറിയത്തില്ല, ഞാൻ ഈ DMA കണ്ടിട്ടില്ല, ഞാനതൊന്നും യൂസ് ചെയ്യുന്ന ഒരാളുമല്ല, എനിക്കറിയാൻ പാടില്ല. ഇനി ശരിക്കും സുനാപ്പി തന്നെയാണോ? ഇവന്റെ ഈ ഒരു പാക്കറ്റ് കാലങ്ങൾ കൊണ്ടുണ്ട്. ഈ മറ്റേ കടയിൽ നിന്നൊക്കെ സലാഡ് മേടിക്കുമ്പോൾ കിട്ടുന്ന, ബിരിയാണിയുടെ സലാഡ് മേടിക്കുമ്പോൾ കിട്ടുന്ന, ജസ്റ്റ് തുറന്നു അതിനകത്ത് സലാഡ് എടുത്ത് തിന്നു, അതൊന്ന് കഴുകി ഉണക്കി കുറെ കല്ലുപ്പിട്ടു, സാധനം റെഡി. നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, സാധനം